ഫാമിലി ആയിട്ട് സെറ്റിലാവാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് ദുബായ്ക്ക് വന്നല്ലോ, ദുബായ് ചൂസ് ചെയ്തല്ലോ എന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇതുപോലത്തെ ന്യൂസ് കേൾക്കുമ്പോഴാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ നടന്ന സംഭവം, 3 വയസ്സുള്ളൊരു കുട്ടി, 3-3.5 വയസ്സുള്ളൊരു കുട്ടി എന്നത്തെയും പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കായിരുന്നു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ആ കുട്ടി മിസ്സിങ് ആയി. പാരൻസ് കുറേ നോക്കി, കണ്ടില്ല, കുട്ടി മിസ്സിങ് ആണ്. പിന്നീട് ആ കുട്ടിയുടെ ബോഡി ഒരു മൊബൈൽ ടവറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി എന്നൊക്കെയാണ്, മൊബൈൽ ടവറിൻ്റെ അടിയിൽ നിന്ന് കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ബോഡി റേപ്ഡാണ്. ആ കുട്ടിയുടെ മുഖം വിസിബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു സ്റ്റോൺ വെച്ചോ എന്തൊരു ഒബ്ജക്റ്റ് വെച്ചോ ഫേസ് സ്മാഷ് ചെയ്തിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഫേസ് മനസ്സിലാവുന്നില്ല. പാരൻസും എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തത് ആ കുട്ടിയുടെ ഡ്രസ്സ് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ബ്രൂട്ടലായിട്ട് ഇപ്പോഴും നമ്മൾ എല്ലാ കൊല്ലം, എല്ലാ വീക്കും, എല്ലാ ദിവസവും ഇതുപോലത്തെ ന്യൂസസ് കേൾക്കുന്നുണ്ട്. ഇത് വീണ്ടും വീണ്ടും ഇതുപോലെ സംഭവിക്കുന്നത് നമ്മുടെ നിയമം അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആ കുട്ടിയുടെ കൂടെ കളിച്ച പിള്ളേർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അങ്കിള് വന്നു, ഒരു ചോക്ലേറ്റ് കൊടുത്തു, അങ്കിളുടെ കൂടെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രസ്റ്റിലാണ് ആ കുട്ടി പോയത്. പക്ഷെ പിന്നീട് ഉണ്ടായത് ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെയൊന്നും ഒരിക്കലും ഇതുപോലത്തെ ഒരു ന്യൂസോ അങ്ങനെ ഒരു കാര്യം നടന്നതോ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും ഇത് നടക്കാൻ കാരണം അവിടുത്തെ നിയമം സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇനിയും നമ്മളെല്ലാ വട്ടം വിചാരിക്കുന്നതാണ്, ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നതാണ് ഇനി ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാതിരിക്കട്ടെ എന്ന്. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകില്ല, നമ്മുടെ ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ ആ ക്രിമിനൽ കുറച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമലായിട്ട് എല്ലാം മറന്ന് സുഖമായി ജീവിക്കും. ഇത് തന്നെയാണ് നടക്കാൻ പോണത്. അല്ലാതെ ഒരു ജസ്റ്റിസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പോണില്ല, അതൊക്കെ ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇനി ഇല്ലാതിരിക്കട്ടെ. എല്ലാ വട്ടവും നമ്മളിത് തന്നെയാണ് വിചാരിക്കേണ്ടത്. പക്ഷെ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിയമം മാറുന്നവരെ ഇതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല.